അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ബഹുമാനപ്പെട്ട സത്യവിശ്വാസിനികൾ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വലിയ തൗഫീഖുള്ളത് കൊണ്ട് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ജനുവരി 7, 2021 നല്ല ഈമാനും ആഫിയത്തോടെ ജീവിക്കാനുള്ള വലിയ ഭാഗ്യം ലഭിച്ചു. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ പാപങ്ങളും പോരായ്മകളൊക്കെ അള്ളാഹു പുറത്ത് മാപ്പാക്കി തരണേ റബ്ബേ. അള്ളാഹു നമ്മുടെ എല്ലാ സൽക്കർമ്മങ്ങളും നീ കബൂലാക്കണേ റഹ്മാനെ റബ്ബേ. അള്ളാഹുവിൻ്റെ വജഹ് ഉദ്ദേശിച്ചു കൊണ്ട് നോമ്പ് നോറ്റവർക്ക് അള്ളാഹു നീ കബൂലാക്കി തൃപ്തിപ്പെട്ട് തക്കതായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ റബ്ബേ. ആമീൻ. ഇൻഷാ അല്ലാഹ് നാളെ പരലോകത്ത് വരുന്നതിന് മുമ്പ് നമ്മൾ ഓരോരുത്തരും ഇന്നത്തെ ദിവസത്തിൻ്റെ വിചാരണയ്ക്ക് നമുക്ക് എടുത്തു നോക്കാം. ഇന്ന് ചോദ്യം ഇട്ടിരിക്കുന്നത് ഒരു സഹോദരിയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല സഹോദരിക്ക് നല്ല ഈമാനും ആഫിയത്തും ഖൈറും ബർക്കത്തും ഇസ്സത്തോടുള്ള ദീർഘായുസ്സായി സഹോദരിക്കും കുടുംബത്തിനൊക്കെ അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. ആദ്യത്തെ ചോദ്യം ഞാൻ നിങ്ങളോട് തന്നെ ചോദിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ച കാര്യങ്ങൾ അനുഷ്ഠിച്ചുകൊണ്ടും അള്ളാഹു വിരോധിച്ച കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിന്നുകൊണ്ടും നബി തിരുമേനി നീടിയ ചര്യ പിൻപറ്റിക്കൊണ്ട് തഖ്വയിൽ അധിഷ്ഠിതമായ ഇന്നത്തെ ജീവിതം ചിട്ടപ്പെടുത്താൻ നമ്മൾക്ക് സാധിച്ചുവോ? നമ്മളൊന്ന് നമ്മളെ പറ്റി തന്നെ ചിന്തിക്കുക സഹോദരന്മാർ. നമ്മൾ കൃത്യമായി നമസ്കാരം സമയത്തിന് കിട്ടുന്നുണ്ടോ? അള്ളാഹുവിനോട് അള്ളാഹുവിൻ്റെ പള്ളിയായിട്ടുള്ള ബന്ധമുണ്ടോ? അള്ളാഹുവിൻ്റെ ഖുർആനായിട്ട് അള്ളാഹുവിൻ്റെ പ്രവാചകനായിട്ടുള്ള ബന്ധം എനിക്കും നിങ്ങൾക്കും അത് ഇസ്തിഖാമത്തോടെ അതായത് എപ്പോഴും അതേപോലെ നമുക്ക് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ടോ? അള്ളാഹു കബൂലാക്കട്ടെ. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. ആമീൻ. അൽഹംദുലില്ലാഹ്. ഈ ഒരു ഹിസാബ് എടുക്കുന്ന വേളയിൽ നല്ല മഴ പെയ്തുകൊണ്ടിരുന്നു. അൽഹംദുലില്ലാഹ്. അല്ലാഹുമ്മ സ്വയ്യിബൻ നാഫിയ. യഥാർത്ഥത്തിൽ മഴ പെയ്യുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കാറുണ്ടോ? അള്ളാഹു ഇത് ഉപകാരപ്രദമായ മഴ നൽകി അനുഗ്രഹിക്കണം റബ്ബേ, ഇതിൻ്റെ കെടുതികൾ തൊട്ട് കാത്ത് രക്ഷിക്കണേ. അതേപോലെ തന്നെ മഴ എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ വലിയ അനുഗ്രഹം. ഈ മഴ എന്ന് പറയുന്നത് പ്രത്യേകം ദുആ പെട്ടെന്ന് കബൂലാക്കാൻ ഒരു സമയമാണ് മഴ പെയ്യുമ്പോൾ. അപ്പോൾ അങ്ങനെ മഴ പെയ്തപ്പോൾ ഏതെങ്കിലും ഒരു വ്യക്തിയുടെ പ്രയാസം നീക്കാൻ അള്ളാഹുവിനോട് ആത്മാർത്ഥമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാൻ സാധിച്ചു? ഓരോ അവസരങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് സഹോദരന്മാരെ. ദുആ പെട്ടെന്ന് കബൂലാക്കുന്ന അങ്ങനത്തെ ഓരോരോ അവസരങ്ങൾ നമ്മൾ അള്ളാഹു അവസരം തന്നെ നമ്മൾ ഉപയോഗിച്ചിട്ട് നമ്മുടെ ആവശ്യങ്ങൾ അള്ളാഹുവിൻ്റെ അടുത്ത് നമ്മൾ പറയാറുണ്ടോ, പ്രാർത്ഥിക്കാറുണ്ടോ? നമ്മളോട് തന്നെ ചോദിച്ചു നോക്കാം. അടുത്ത ചോദ്യം, ഫാത്തിർ 35-ാം അധ്യായത്തിലെ 41-ാമത്തെ വചനത്തിൽ അള്ളാഹു പഠിപ്പിക്കുന്നുണ്ട്, തീർച്ചയായും അള്ളാഹു ആകാശങ്ങളെയും ഭൂമിയും യഥാർത്ഥ സ്ഥാനങ്ങളിൽ നിന്ന് നീങ്ങാതെ പിടിച്ചു നിർത്തുന്നു. അവ നീങ്ങിപ്പോവുകയാണെങ്കിൽ അവന് പുറമെ യാതൊരാൾക്കും അവയെ പിടിച്ചു നിർത്താനാവില്ല. തീർച്ചയായും അവൻ സഹനശീലനും ഏറെ പൊറുക്കുന്നവനുമാകുന്നു. നമ്മൾ ഓരോരുത്തരും ചൊവ്വായി നിലനിർത്തുന്നത് അള്ളാഹുവിൻ്റെ കാരുണ്യമാണ്. അള്ളാഹുവിൻ്റെ മഹത്വത്തെക്കുറിച്ച് ഇന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചു പോകും. ഓരോ സെക്കൻഡും അള്ളാഹുവിൻ്റെ നിരീക്ഷണത്തിലും സംരക്ഷണത്തിലുമാണ് നമ്മൾ എന്ന ചിന്ത കൊണ്ട് നടക്കാൻ നമ്മൾക്ക് സാധിക്കുന്നുണ്ടോ? ഒന്ന് ചിന്തിച്ചു നോക്കൂ സഹോദരന്മാരെ. നമ്മുടെയൊക്കെ ഹൃദയത്തിന് അള്ളാഹുവിൻ്റെ വഖാർ, ഗാംഭീര്യം നഷ്ടപ്പെട്ടു പോകുന്നുണ്ടോ? നമ്മളെ പറ്റി ചിന്തിക്കണം. അള്ളാഹുവിൻ്റെ മഹത്വം, ആകാശഭൂമികളും സൂര്യനും ചന്ദ്രനും എല്ലാം റഹ്മാൻ റബ്ബെ, ഭൂമിയൊക്കെ കൃത്യമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്ന ഏകനായ പടച്ച റബ്ബ്, റബ്ബിൻ്റെ ഗാംഭീര്യം, വഖാർ, ഖുദ്റത്ത്, ഇസ്സത്ത് നമ്മുടെ ഹൃദയത്തിൽ നിന്ന് എടുത്തു മാറ്റപ്പെടുന്നുണ്ടോ സഹോദരന്മാരെ? ഒന്ന് ചിന്തിച്ചു നോക്ക്. ആ ഗാംഭീര്യത്തോടെ അള്ളാഹുവിനെ മനസ്സിലാക്കി അള്ളാഹുവിൻ്റെ നിരീക്ഷണത്തിലാണ്, അള്ളാഹുവിൻ്റെ സംരക്ഷണത്തിലാണ് ഞാൻ ഓരോ ഹൃദയമിടിപ്പ്, ഓരോ ശ്വാസം എന്നുള്ളൊരു ചിന്തയിൽ നമ്മൾക്കിങ്ങനെ മുന്നോട്ടേക്ക് പോകാൻ പറ്റുന്നുണ്ടോ സഹോദരന്മാർ? അള്ളാഹു അങ്ങനെ ആക്കി തീർക്കട്ടെ. ആമീൻ. അടുത്ത ചോദ്യം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസിലൂടെ പഠിപ്പിച്ചു, ജനങ്ങളുടെ തൃപ്തി വകവെക്കാതെ അള്ളാഹുവിൻ്റെ തൃപ്തി മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് ആരെങ്കിലും പ്രവർത്തിച്ചാൽ അവന് അള്ളാഹുവിൻ്റെ തൃപ്തിയും ജനങ്ങളുടെ തൃപ്തിയും ലഭിക്കും. നേരെ മറിച്ച് ജനങ്ങളുടെ തൃപ്തി അള്ളാഹുവിൻ്റെ വെറുപ്പോടു കൂടി നേടിയെടുക്കാൻ ശ്രമിച്ചാൽ അള്ളാഹുവിൻ്റെ വെറുപ്പും ജനങ്ങളുടെ വെറുപ്പും അവന് ലഭിക്കുന്നതാണ്. നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട വലിയ വിഷയമാണ്. എങ്ങനെയാണ് സഹോദരന്മാരെ പൊതുവേ നമ്മുടെ ജീവിതം മുന്നോട്ട് പോകുക? നമ്മളിങ്ങനെ ഒരു എല്ലാവരെയും തൃപ്തിപ്പെടുത്തി ഉണ്ടല്ലോ, ഒരു അഴകൊഴിഞ്ഞ് അവിടെ പോയാൽ അവർ ആ സ്റ്റാൻഡ് എടുക്കും, ഇവിടെ പോയാൽ ഈ നിലപാടെടുക്കും. ഇങ്ങനെയാണോ? അല്ല, എല്ലാ വിഷയത്തിലും ആരൊക്കെ എന്തൊക്കെ പറഞ്ഞോ ചിന്തിച്ചോ ഒന്നും നോക്കാതെ എൻ്റെ റബ്ബിന് എന്താണോ തൃപ്തി, ആ തൃപ്തി മാത്രമേ ഞാൻ ചെയ്യുള്ളൂ, റബ്ബിന് തൃപ്തിയുള്ളത് മാത്രമേ ചെയ്യുള്ളൂ. അങ്ങനെ എനിക്കും നിങ്ങൾക്കും ആകാൻ പറ്റുന്നുണ്ടോ? അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ.
പൊതുവേ കാണാറുള്ളൊരു ഒരു 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 ഇതാണ് എന്താ വെച്ചാൽ, ഇന്ന് അള്ളാഹിൻ്റെ അടുത്ത് പറയാണ്, ഇന്നിന്ന രോഗം ഭേദമായാൽ, ഈ പ്രയാസങ്ങൾ മാറിയാൽ ഞാൻ നോമ്പെടുത്തു കൊള്ളാമെന്ന് നേർച്ച നേരുന്നത്. ഇത് നമ്മൾ ചെയ്യാറുണ്ടോ ഇല്ലേ? ഇങ്ങനത്തെ ഒരു നേർച്ച സംവിധാന സഹോദരന്മാരെ, അത് അള്ളാഹുവിൻ്റെ അടുത്ത് ഒരു ഇടപാട്, പഠിച്ചവന് ഇത് മാറ്റിത്തന്നാൽ ഞാനിത് ചെയ്തുതരാം, ഇങ്ങനെ നമ്മൾ അറിയാതെ ചെയ്തു ഒരിക്കലും ചെയ്യാൻ പാടില്ല സഹോദരന്മാരെ. പണ്ഡിതന്മാർ പറയുന്നത്, ഷെയ്ഖ് ഉസ്മാൻ അൽ കമീസ് ഹഫിദുള്ള പറയുന്നു, ഒരാൾ അള്ളാഹുവായി ഇങ്ങനെയുള്ള ഇടപാടുകൾ നടത്താൻ പാടില്ല. നിങ്ങളുടെ ഫോണൊന്ന് തരൂ, പകരം ഞാൻ നിങ്ങൾക്ക് 5 ദീനാർ നൽകാം എന്നൊക്കെ പറയുന്നത് പോലെ പകരത്തിന് പകരമായുള്ള ഇടപാടുകൾ സൃഷ്ടികളോടാവാം, എന്നാൽ പകരത്തിന് പകരമുള്ള ഇടപാടുകൾ അള്ളാഹുവിനോട് നടത്തരുത്. രോഗശമനം നൽകിയാൽ നോമ്പെടുക്കാം, ഇല്ലെങ്കിൽ നോമ്പെടുക്കില്ല. വിജയം നൽകിയാൽ സ്വതക്ക ചെയ്യാം, ഇല്ലെങ്കിൽ ചെയ്യില്ല. ഇങ്ങനെയുള്ള ഇടപാടുകൾ അള്ളാഹുവിനോട് പാടില്ല. അങ്ങനത്തെ നേർച്ചകൾ പാടില്ല. അടുത്ത ചോദ്യം, ആഖിറത്തിലെ ദുരിതത്തിൽ നിന്ന് അള്ളാഹു ആരെങ്കിലും രക്ഷിക്കണമെന്നുണ്ടെങ്കിൽ അവനൊരു വിഷമം അനുഭവിക്കുന്ന ആശ്വാസം നൽകട്ടെ, അല്ലെങ്കിൽ അത് ദൂരീകരിച്ചു കൊടുക്കട്ടെ. നമ്മൾക്ക് ഇന്നത്തെ ദിവസം ആർക്കെങ്കിലും അത്തരം ഒരു സഹായം നമ്മൾക്ക് ചെയ്യാൻ നമ്മൾക്ക് സാധിച്ചോ? നമ്മൾ നമ്മളെ പറ്റി ചിന്തിച്ച് നോക്കുക സഹോദരന്മാരെ. ആഖിറത്തിൽ നമുക്ക് വേറെ ഒരു രക്ഷയില്ല, ആരും നമ്മൾക്ക് സഹായിക്കണ്ടല്ല. സാഹിബത്തിഹി വ ഉമ്മിഹി വ അബീഹി, ആരുമില്ല. ഇവരെല്ലാവരും അവനവൻ്റെ നഫ്സി 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 പറഞ്ഞിട്ട് ഓടുക. അപ്പം അവിടെ രക്ഷപ്പെടുന്നതിന് ഇന്ന് ഇപ്പോൾ എനിക്ക് നിങ്ങൾക്ക് ജീവനുള്ള ഇന്നത്തെ ദിവസം ഏതെങ്കിലും ഒരു വ്യക്തിയെ എനിക്ക് സഹായിക്കാൻ പറ്റും? ഒന്നുമില്ല. ഒരു വഴി കാണിച്ചു കൊടുത്തു, ഉപദേശം പറഞ്ഞു കൊടുത്തു, ഒരു പുഞ്ചിരിച്ച് സമാധാനിപ്പിച്ച്, ഒരു വെയിറ്റ് എടുത്തു കൊടുത്ത്, പല വിധത്തിലും നമുക്ക് ഒരുപാട് അവസരങ്ങൾ മുന്നിലിട്ടുണ്ട്. രാവിലെ തൊട്ട് രാത്രി വരെ വീട്ടിൽ ഭാര്യയെ സഹായിച്ചു കൊടുത്തു, പാത്രം കഴുകി കൊടുത്തു, അല്ലെങ്കിൽ വാപ്പക്ക് വെള്ളം കൊടുത്തു. അങ്ങനെ പല 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 വിധത്തിൽ നമ്മൾ ബുദ്ധിമുട്ടുമ്പോൾ നമ്മൾക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുന്നുണ്ടോ സഹോദരന്മാരെ? അള്ളാഹു അനുഗ്രഹിക്കട്ടെ, അള്ളാഹു കബൂലാക്കട്ടെ, ആമീൻ. അടുത്ത ചോദ്യം, അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, തൻ്റെ റബ്ബിൻ്റെ സന്നിധിയെ ഭയപ്പെട്ടവന് 2 സ്വർഗ്ഗത്തോപ്പുകളുണ്ട്. ഇമാം മുജാഹിദ് റഹിമഹുല്ലാഹ് വിശദീകരിക്കുന്നു, അഥവാ ഒരാൾ പാപം ചെയ്യാൻ വിചാരിച്ചു, അപ്പോൾ അള്ളാഹുവിൻ്റെ മുമ്പിൽ താൻ നിൽക്കേണ്ട വരുന്നതിനെ അയാൾ ഓർത്തു, അങ്ങനെ അള്ളാഹുവിനോടുള്ള ഭയത്താൽ അയാളെ പാപം വെടിഞ്ഞു. സുബ്ഹാനല്ലാഹ്. അള്ളാഹുവിൻ്റെ മുമ്പിൽ നിൽക്കേണ്ടി വരുന്നതിനെക്കുറിച്ച് ഓർമ്മയിൽ തെറ്റുകുറ്റം നിന്ന് മാറാൻ ശ്രദ്ധിക്കാറുണ്ടോ? നമ്മൾ ചിന്തിച്ച് നോക്കുക സഹോദരന്മാരെ. നമ്മളിങ്ങനെ തെറ്റ് ചെയ്യണമെന്ന് തോന്നിയിട്ട് അവിടെ നിന്ന് വിട്ടു നിൽക്കണം. പഠിച്ചോൻ കണ്ട് തെറ്റ് ചെയ്യാൻ അവസരമൊന്നും ഇല്ലാത്ത അവസ്ഥയിൽ വലിയ പ്രശ്നമില്ല കേട്ടോ. ഒരു തെറ്റും ചെയ്യാൻ ഒരാൾ ജയിലിലടിച്ചു, എന്നിട്ട് പറഞ്ഞു അയ്യോ ഭയങ്കര തക്കവയാ, അയാൾക്ക് അശ്ലീലങ്ങൾ കാണുന്നില്ല, അയാൾ പരിദൂഷണം പറയുന്നില്ല, അതിലർത്ഥമൊന്നുമില്ലല്ലോ. നേരെ മറിച്ച് തെറ്റ് ചെയ്യാനുള്ള എല്ലാ സാഹചര്യങ്ങളും മുന്നിലുണ്ടായിട്ട് എന്നിട്ട് അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ഞാൻ റോട്ടിലിറങ്ങിയപ്പോൾ ദൃഷ്ടികൾ താഴ്ത്തി. ഒറ്റക്ക് റൂമിൻ്റെ ഉള്ളിൽ മൊബൈൽ, എനിക്ക് എന്തും കാണാം, പക്ഷേ അള്ളാഹു കണ്ട്. എനിക്ക് ദേഷ്യം പിടിച്ച് തെറി പറയണം തോന്നിയത്, പക്ഷേ നാവ് നിയന്ത്രിച്ചു. ആ ഒരു അവസ്ഥയിലേക്ക് എനിക്ക് നിങ്ങൾക്ക് എത്താൻ പറ്റുന്നുണ്ട്. നമ്മൾ ആഴത്തിൽ നമ്മളെപ്പറ്റി ചിന്തിച്ച് നോക്കാം. അടുത്ത ചോദ്യം, ഉസ്മാൻ ഇബ്നു മാലിക് റഹിമഹുള്ളയിൽ നിന്ന് റളിയല്ലാഹു അൻഹു നിവേദനം, വളരെ സുദീർഘമായൊരു ഹദീസിൽ ഇപ്രകാരം കാണാം. ഒരിക്കൽ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കാരത്തിൽ നിൽക്കുമ്പോൾ മാലിക് ഇബ്നു ദുഖ്സും എവിടെയെന്ന് അന്വേഷിച്ചു. അപ്പോൾ ഒരാൾ പറഞ്ഞു, അദ്ദേഹം പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിനെ ഇഷ്ടപ്പെടാത്ത കപടനാണ്. ഇത് കേട്ടപ്പോൾ അവിടുന്ന് പറഞ്ഞു, നിങ്ങൾ അപ്രകാരം പറയരുത്, അദ്ദേഹം അള്ളാഹുവിൻ്റെ പ്രീതി ഉദ്ദേശിച്ച് ലാ ഇലാഹ ഇല്ലെന്ന് പറഞ്ഞവനല്ലേ. മുത്തഫക്കൻ അലൈഹി. അള്ളാഹുവിന് എല്ലാവരുടെയും ഉള്ളിലുള്ള തഖ്വ പറയുന്നത്. മറ്റുള്ളവരുടെ മുദ്ര കുത്തിയുള്ള സംസാരം നമ്മൾ നിർത്തിയോ? നമ്മളൊന്ന് നമ്മളെപ്പറ്റി ചിന്തിച്ച് നോക്കുക സഹോദരന്മാരെ. നമ്മൾക്ക് ഈ ദുസ്വഭാവം ഉണ്ടോ? എല്ലാവരെയും നമ്മളങ്ങ് ഒരു തീരുമാനിക്കുക, അയാൾ ശരിയില്ല, അയാൾ ദീനില്ല, അയാൾക്ക് തഖ്വയില്ല, അയാൾ മുശ്രിക്കാണ്, അയാൾ കാഫിറാണ്, അയാൾ മുനാഫിക്കാണ്, അയാൾ മുബ്തദിയാണ്. നമ്മൾ ശ്രദ്ധിച്ചാൽ നമ്മൾ വളരെ സൂക്ഷ്മം ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ്. നിങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ആരെയും ഏൽപ്പിച്ചിട്ടില്ല മറ്റുള്ളവരെ പറ്റി ചിന്തിക്കാൻ. ഞാൻ എന്നെപ്പറ്റി തന്നെ ആഴത്തിൽ ചിന്തിച്ച് ദിവസം ഹിസാബ് എടുത്ത് നമ്മൾ നന്നാകണം സഹോദരന്മാർ. അള്ളാഹു നമ്മളെ കാത്ത് രക്ഷിക്കുമാറാകട്ടെ, ആമീൻ. അടുത്തൊരു ഹദീസ്, ഈ ദിക്ർ ആരെങ്കിലും 100 പ്രാവശ്യം ചൊല്ലിയാൽ അവന് 10 അടിമകളെ മോചിപ്പിച്ചതിന് തുല്യമായ പ്രതിഫലം ഉണ്ടാകുമെന്നും അവന് 100 നന്മകൾ രേഖപ്പെടുത്തുകയും അവരിൽ നിന്ന് 100 പാപങ്ങൾ മായ്ക്കപ്പെടുകയും ചെയ്യുന്നെന്ന്, അവന് വൈകുന്നേരം വരെ പിശാചിൽ നിന്ന് സംരക്ഷണം ഉണ്ടായിരിക്കുമെന്ന്, അന്ത്യനാൾ ഒരാളും അത്രയോ അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ ചൊല്ലിയവരല്ലാതെ അതിനേക്കാൾ മികച്ചത് കൊണ്ടുവരില്ലെന്ന് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്നുണ്ട്. ഇതേതാണ് ദിക്ർ സഹോദരന്മാരെ? ഈ ദിക്ർ 100 ചെല്ലുക, രാവിലെ ചെല്ലുക, അല്ലെങ്കിൽ ഒരു ദിവസം അതിനെക്കാട്ടി കൂടുതൽ ചെല്ലിയ വ്യക്തിയല്ലാതെ ഒരാൾ മരിക്കുന്നില്ല. ഇപ്പോൾ ഒരാൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ ആ വ്യക്തിയായിരിക്കും, 100 ചെല്ലിയ വ്യക്തിയായിരിക്കും ഏറ്റവും വലിയ ഉന്നത പദവിയിൽ. അതിനെക്കാട്ടി കൂടുതൽ ചെല്ലിയവർക്ക് തീർച്ചയായിട്ടും അവർക്കായിരിക്കും. ഏതാണ് ദിക്ർ? ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു
വഹുവലാ കുല്ലി ഷൈഇൻ ഖദീർ. യഥാർത്ഥത്തിൽ അള്ളാഹു അല്ലാതെ ആരാധനയ്ക്ക് അർഹനായി മറ്റാരുമില്ല. അവൻ ഏകനും പങ്കുകാരുമില്ലാത്തവനുമാണ്. പരമാധികാരം പരമാധിപത്യം അവനാണ്. എല്ലാ സ്തുതിയും നന്ദിയും അവനാണ്. അവൻ അള്ളാഹു സർവ്വകാര്യത്തിനും അപരിമിത ശക്തി അള്ളാഹു കഴിവുള്ളവനാകുന്നു. അള്ളാഹു നമ്മൾ ഈ പ്രാർത്ഥന നമ്മൾ വെറും ഒരു വിവരം മാത്രമായിട്ടാണോ, അല്ല ദിവസം നമ്മൾ 100 തവണ ചെല്ലാൻ ശ്രമിക്കുന്നുണ്ടോ സഹോദരന്മാർ? ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ആമീൻ. നല്ല സ്വപ്നം അള്ളാഹുവിൽ നിന്നും ദുസ്വപ്നം പിശാചിൽ നിന്നുമാണ്. അതുകൊണ്ട് നിങ്ങൾ ഒരാൾ താൻ ഇഷ്ടപ്പെടുന്ന സ്വപ്നം കണ്ടാൽ താൻ ഇഷ്ടപ്പെടുന്നവരുടെ അല്ലാതെ അതിനെക്കുറിച്ച് സംസാരിക്കരുത്. തനിക്ക് അനിഷ്ടമായിരിക്കുന്നത് കണ്ടോ അതിൻ്റെ കെടുതിയിൽ നിന്ന്, പിശാചിൻ്റെ കെടുതിയിൽ നിന്ന് അള്ളാഹുവിനോട് രക്ഷ തരുകയും തൻ്റെ ഇടഭാഗത്ത് 3 പ്രാവശ്യം തുപ്പുകയും ചെയ്യട്ടെ. അതിനെപ്പറ്റി ഒരാളോടും സംസാരിക്കുകയും ചെയ്യരുത്. എന്നാൽ അത് അവന് ഉപദ്രവം ചെയ്യുകയില്ല. ഇങ്ങനെയാണോ നമ്മൾ ചെയ്യാറ്? നമ്മളൊന്ന് നമ്മളെ പറ്റി ചിന്തിച്ച് നോക്കുക. അതായത് നമ്മൾ നല്ലത് കണ്ടു കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് തീർച്ചയായും നമുക്ക് നമ്മൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്കൊക്കെ പങ്കുവെക്കാം. ഇതിനെക്കുറിച്ച് ചീത്ത കണ്ട് ഒരിക്കലും നമ്മൾ പങ്കുവെക്കുക. അത് പിശാചിൽ നിന്നാണ്. അത് നീറ്റ് ഇടതുവശത്ത് ഒരു 3 തവണ തുപ്പി നമ്മൾ ഒരിക്കലും പോലും നമ്മളത് വേറെ ആരോടും നമ്മൾ ദയവ് ചെയ്ത് നമ്മൾ പങ്കുവെക്കരുത്. ഇങ്ങനെയാണോ നമ്മൾ ചെയ്യാറുള്ളത്? നമ്മൾ നമ്മളെ പറ്റി തന്നെ ചിന്തിച്ച് നോക്കാം. അടുത്തത് ഇബ്നു ത്വയ്ബി ഹാത്തിം റഹിമഹുല്ലാഹ് ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ ഇപ്രകാരം കാണാം: ഖിയാമത്ത് നാളിൽ ഏറ്റവും മികവായ താപ്പ് കൊണ്ട് പ്രതിഫലം അളന്നു കിട്ടുവാൻ ആർക്കെങ്കിലും സന്തോഷമുള്ള പക്ഷം അവൻ ഇരിക്കുന്ന ഇരിപ്പിടത്തിൽ നിന്ന് അവസാനം എഴുന്നേറ്റ് പോകാൻ ഉദ്ദേശിക്കുമ്പോൾ ഈ വചനങ്ങൾ 3 പറഞ്ഞുകൊള്ളട്ടെ. ഇത് ഏതാണ് വചനങ്ങൾ? ഇത് നമ്മൾ പഠിക്കണം സഹോദരൻ. ഇത് ഒരു സൂറത്തു സ്വാഫാത്തിലെ അവസാനത്തെ 3 വചനം. സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സത്തി അമ്മാ യസിഫൂൻ വസലാമുൻ അലൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഇത് ചൊല്ലിയാൽ ഓരോ സദസ്സിൽ എഴുന്നേൽക്കുമ്പോൾ ഈ 3 ആയത്ത് ഓതാൻ പറഞ്ഞു. വേറെ ഹദീസിൽ സുബ്ഹാനക അല്ലാഹുമ്മ റബ്ബനാ വബിഹംദിക് അല്ലാഹുമ്മ ഫിർലി എന്ന് പറഞ്ഞിട്ട് വേറൊരു സുബ്ഹാനക അല്ലാഹുമ്മ റബ്ബനാ വബിഹംദിക് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അങ്ങനെയും ചൊല്ലുന്ന വേറെ ഹദീസുണ്ട്. ശരി, നമ്മൾ ചൊല്ലാറുണ്ടോ സഹോദരന്മാരെ? ഓരോ സദസ്സിൽ നിന്ന് പിരിഞ്ഞു പോകുമ്പോൾ നമ്മൾ ഇത് ചൊല്ലി ശീലിക്കണം. ശരി. അടുത്ത അബൂഹുറൈറയിൽ നിന്ന് നിവേദനം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ജനങ്ങൾക്ക് കടം കൊടുക്കുന്ന ഒരാളുണ്ടായിരുന്നു. വൃത്തിനോട് അദ്ദേഹം പറയുമായിരുന്നു, ഒരു ഞെരുക്കക്കാരന് നിന്നെ സമീപിച്ചെങ്കിൽ അവന് വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കണം. അള്ളാഹു നമുക്ക് വിട്ടുവീഴ്ച ചെയ്തേക്കാം. അങ്ങനെ മരണാന്തരം അള്ളാഹു അവന് വിട്ടുവീഴ്ച ചെയ്തു കൊടുത്തു. മുത്തഫക്കിൻ അലൈഹി. ഇതുപോലെ നമ്മൾ ഓരോരുത്തരും വിട്ടുവീഴ്ചകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ സഹോദരന്മാർ? നമ്മൾക്കൊരു കടം കൊടുത്തിട്ടുണ്ട്, അവർക്കങ്ങ് പുറത്തു കൊടുക്കുക, കുറച്ച് നീട്ടിയിട്ട് കൊടുക്കുക, പിന്നെ തന്നാൽ മതി. അങ്ങനെ ആശ്വാസം കൊടുക്കണം സഹോദരന്മാർ. നമ്മൾ എത്രത്തോളം ആൾക്കാർക്ക് എത്രത്തോളം ആശ്വാസം നൽകുന്നുവോ നമ്മളെയും അള്ളാഹു സുബ്ഹാനഹു വ തആല ആശ്വസിപ്പിക്കും. അള്ളാഹു എളുപ്പമാക്കി തരും. ജീവിതം എളുപ്പമാക്കി തരും, മരണം എളുപ്പമാക്കി തരും, ഉറപ്പാണ്. പക്ഷെ എല്ലാവർക്കും നമ്മൾ ആശ്വാസം നൽകണം സഹോദരന്മാരെ, വിട്ടുവീഴ്ച ചെയ്യണം. അവസാനത്തെ ചോദ്യം, ആയിഷയുടെ നിവേദനം, റുക്കൂയിലും സുജൂദിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാറുണ്ട്, ജിബ്രീലിൻ്റെയും മറ്റു മലക്കുകളുടെ റബ്ബ് വാഴ്ത്തപ്പെട്ടവനും പരമപരിശുദ്ധനും ഒന്ന്. റുക്കൂയിലും സുജൂദിലും നമ്മൾ ഈ ഒരു സുബ്ബൂഹും ഖുദ്ദൂസും റബ്ബി മലായിക്കത്തു വറൂഹ്, ഈ പ്രാർത്ഥന, ഈ ദുവ യഥാർത്ഥത്തിൽ നമ്മൾ റുക്കൂയിലും സുജൂദിലും ചെല്ലാൻ പറ്റുന്ന ഒരു ദുവയാണ്. ഇത് നമ്മൾ അറിഞ്ഞിരിക്കണം സഹോദരന്മാർ. നമ്മളെപ്പോഴും എല്ലാവരും സുബ്ഹാൻ റബ്ബിൽ അഅല, സുബ്ഹാൻ റബ്ബിൽ അളീം എന്നാണ് നമ്മൾ ചൊല്ലാറ്. തീർച്ചയായിട്ടും അത് തന്നെ ചെല്ലാം. അത് 3 തവണ ചൊല്ലാം. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾക്ക് എപ്പോഴും അത് പണ്ഡിതന്മാർ പറയുന്നത്, ഇബാദത്തുകൾ നമ്മൾക്ക് ഇടയ്ക്കിടയ്ക്ക് നമ്മളൊന്ന് ദുവകളൊന്ന് ഇടയ്ക്കിടയ്ക്ക് മാറ്റി ഓതണം. എന്താണെന്ന് വെച്ചാൽ ഒരേ ദുവ ഓതുമ്പോൾ നമ്മളത് യാന്ത്രികമായി പോകാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ, അള്ളാഹുവിൻ്റെ സിബുഗത്ത് അള്ളാഹുവിന് കളർഫുൾ ഇഷ്ടം. അള്ളാഹു വെറൈറ്റി ഉണ്ടാക്കിയത് ദുനിയാവിൽ. നിങ്ങൾ ദുനിയാവ് ഒന്ന് ചുറ്റുപാട് നോക്കി, എന്തൊരു ബ്യൂട്ടിഫുൾ, എന്തൊരു കളർഫുള്ളാണ്. നമ്മുടെ കണ്ണിനും ഒരു കുളിർമ നൽകുന്നില്ല. എല്ലാ പൂക്കളും ഒരേപോലെ കളറാണെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? ആകാശത്തേക്ക് നോക്ക്, അതിൻ്റെ നിറം നോക്കൊക്കെ, രാവിലെ ഉച്ചക്ക് വൈകുന്നേരം അതിൻ്റെ നിറങ്ങളൊക്കെ ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. അതെന്തുകൊണ്ടാണ്? അള്ളാഹു അങ്ങനെ വെറൈറ്റി ഉണ്ടാക്കുമ്പോൾ അതിനൊരു ഭംഗിയുള്ളൂ. അപ്പോൾ അള്ളാഹു നമ്മൾ നമസ്കാരത്തിനും കൂടി നോക്കുക, രാവിലെ 2, ളുഹർ 4, അസർ 4, മഗ്‌രിബ് 3, പിന്നെയും 4. അപ്പം അള്ളാഹു ഇബാദത്തുകൾ പോലും നമ്മൾ നിൽക്കുക, റുക്കൂല്, നമ്മൾ സുജൂദ്, ഇത്ദാൽ, അപ്പം ഇതെല്ലാം അള്ളാഹു ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ വെച്ചാൽ, നമ്മൾക്ക് മനുഷ്യന്മാർക്ക് ഒരിക്കലും ഒരു കാര്യം ചെയ്യുമ്പോൾ ബോറടിക്കരുത്, അതിനൊരു യാന്ത്രികമായി പോകും. അപ്പോൾ പണ്ഡിതന്മാർ പറയുന്നത്, നമുക്ക് റുക്കൂലും സുജൂദിലൊക്കെ നമുക്ക് മാറി ഒരു റുക്കൂയിൽ നമുക്ക് സുബ്ഹാൻ റബ്ബിൽ അളീം ആണെങ്കിൽ, വേറെ അടുത്ത നമ്മൾ സുജൂദിലും സുബ്ഹാനക അല്ലാഹുമ്മ റബ്ബനാ വബിഹംദിക അല്ലാഹുമ്മ ഫിർലി സുബ്ബൂഹുൻ ഖുദ്ദൂസ് റബ്ബി മലായികത്തു വറൂഹ് നമ്മളങ്ങനെ ചെയ്യാറുണ്ടോ സഹോദരന്മാർ?
അള്ളാഹു നമ്മളിൽ നിന്ന് കബൂലാക്കണേ, തൃപ്തിപ്പെടണേ. യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത്ത് ഖുലൂബന അലാ ദീനിക്. അല്ലാഹുമ്മ നസ്അലുക്കൽ ആഫിയ, അല്ലാഹുമ്മ നസ്അലുക്കൽ ഹുസ്നുൽ ഖാത്തിം, അല്ലാഹുമ്മ ജഅൽ ആഖിറ കലാമിന മിനദ് ദുനിയ ലാ ഇലാഹ ഇല്ലല്ലാഹ്. അല്ലാഹുമ്മ നസ്അലുക്കൽ ഹുദാ വത്തുഖാ വൽ ഗഫാഫ വൽ ഗിന. അല്ലാഹുമ്മ അഇന്നി അലാ ദിക്രിക വശുക്രിക വഹുസ്നി ഇബാദതിക്. اللهم نسألك الجنة وأعوذ بك من النار. اللهم حاسبني حسابا يسيرا. اللهم إنك عفو تحب العفو فاعف عنا. അല്ലാഹുവേ നമ്മൾ നിന്ന് കബൂലാക്കണേ, തൃപ്തിപ്പെടണ റബ്ബേ. ഒരു പരീക്ഷണമില്ലാതെ, ഒരു വിചാരണയില്ലാതെ തന്നെ നമ്മളെല്ലാവരും നമ്മളെ കുടുംബാംഗങ്ങളെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണേ റഹ്മാനായ റബ്ബേ. ആമീൻ 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 ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.